1986 നവംബറിൽ മലപ്പുറത്തെ കൂടരഞ്ഞി പഞ്ചായത്തിൽ ഒരു മുഹമ്മദ് അലി, അദ്ദേഹത്തിന് 14 വയസ്സേ ഉള്ളൂ അന്ന്. ഇപ്പോൾ അദ്ദേഹത്തിന് വയസ്സ് ഇത്രയും വർഷം കൂടെ കഴിഞ്ഞല്ലോ. അപ്പോൾ അദ്ദേഹം 14 വയസ്സുള്ള സമയത്ത് 1986, അപ്പോൾ 86 പോയിട്ട് 90, പിന്നെ 24, പിന്നെ എത്ര 24 34, ഏകദേശം 38ഓളം വർഷം കഴിയുകയാണ് അദ്ദേഹം. ഇപ്പോൾ അദ്ദേഹത്തിനൊരു ബോധോദയം ഉണ്ടായി. അദ്ദേഹം 14ാമത്തെ വയസ്സിൽ കൂടരഞ്ഞിയിൽ വെച്ചൊരു ആളിനെ ആറ്റിലേക്ക് ചവിട്ടി തള്ളിയിട്ട് 14 വയസ്സ് പ്രായമുള്ളപ്പോൾ ഒരാളിനെ കൊന്നു. കൊന്ന ആൾ ആരാണെന്ന് അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹം അവിടെ ഒരു വീട്ടിൽ പിന്നെ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ആ സമയത്താണ് അദ്ദേഹത്തിന് ശല്യം ചെയ്തതിൻ്റെ ഭാഗമായി ഈ 14 വയസ്സുള്ള കുട്ടി വന്ന് ശല്യം ചെയ്തു. അതിൻ്റെ ഭാഗമായി അദ്ദേഹം ചവിട്ടി നേരെ ആറ്റിലേക്ക് എടുത്തെറിയുകയും ചെയ്തു. അപ്പോൾ അന്ന് അത് പോലീസൊക്കെ വന്ന്, എന്നിട്ട് ഇദ്ദേഹം ഈ മുഹമ്മദ് അലി ഓടിക്കളഞ്ഞു. പക്ഷേ പിന്നെ മുഹമ്മദ് അലി മനസ്സിലാക്കുന്നത് ഈ പിന്നെ ആളിനെ ആരെന്നറിയാതെ മുഹമ്മദ് അലി അവിടെ നിന്ന് പോയി. പക്ഷേ നാട്ടുകാർ കൂടിയിട്ട് ആ ചെറുപ്പക്കാരൻ, അന്ന് മരിച്ചുപോയ ചെറുപ്പക്കാരന് ചെറിയ അപസ്മാരം ഉണ്ടായിരുന്നു. അപസ്മാരമുള്ളത് കൊണ്ട് തന്നെ ആ ചെറുപ്പക്കാരൻ അല്ലാതെ മരിച്ചു എന്നുള്ള നിലയിലേക്ക് പോയി. പക്ഷേ ആ ചെറുപ്പക്കാരൻ ആര് എന്നുള്ളത്, ഒരു ചെറുപ്പക്കാരൻ അന്ന് മരിച്ചു, പക്ഷേ അത് ആരെന്നുള്ളത് ഇപ്പോഴും അറിയില്ല. അതിനുശേഷം കൂടരഞ്ഞി മിഷൻ ആശുപത്രിയിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അവിടെയാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നത്. ഇനി കഥ സംഭവിക്കുന്നത് വെച്ചാൽ, ഈ മുഹമ്മദ് അലിയുടെ 2 മക്കൾ മരിച്ചു. 2 ആൺകുട്ടികൾ മരിച്ചപ്പോൾ ഇദ്ദേഹത്തിന് കുറ്റബോധമുണ്ടായി. ഉടൻ തന്നെ കൂടരഞ്ഞി സ്റ്റേഷനിൽ ചെന്ന് പറഞ്ഞു, ഞാനിങ്ങനെ 14 വയസ്സിൽ ഒരാളിനെ കൊന്നിട്ടുണ്ട്, ഒരു കുട്ടിയെ കൊന്നിട്ടുണ്ടെന്ന് ഇദ്ദേഹം പറയുന്നു. അങ്ങനെ പറയുമ്പോൾ പിന്നെ പത്രം തിരക്കണമല്ലോ, കാരണം 10-38 വർഷത്തിന് മുമ്പുള്ള ഒരു കഥയല്ലേ. പത്രങ്ങൾ എടുക്കുമ്പോൾ 20 വയസ്സ് തോന്നിക്കുന്ന ഒരു യുവാവ് മരിച്ചതായി കാണുന്നു. അപ്പോൾ അത് 20 വയസ്സുകാരനാണോ 14 വയസ്സുകാരനാണോ, പോലീസ് ആകെ വട്ടം കറങ്ങുകയാണ്. എന്തായാലും കാലത്തിൻ്റെ കാവ്യനീതി പോലെ തെറ്റ് ചെയ്യുന്നവർ ഓർത്തിരിക്കുക, ചിലപ്പോൾ നിയമം നിങ്ങളെ പിടിക്കും. അതാണ് നമ്മൾ CBIയുടെ കുറിപ്പും അതുപോലെ തന്നെ സേതുരാമയ്യർ ഇതിൻ്റെ സിനിമകളൊക്കെ കാണുമ്പോൾ ഒരു കാര്യം പറയാറുണ്ട്. CBIക്കാരൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്, ഏതൊരു കുറ്റവാളി കുറ്റം ചെയ്താലും ആ കുറ്റവാളിയെ കണ്ടുപിടിക്കാൻ ഒരു തലമുടി നാരിഴയെങ്കിലും ദൈവം ബാക്കി വയ്ക്കും, ഈ പ്രകൃതി ബാക്കി വയ്ക്കുമെന്നാണ് പറയുന്നത്. ഒന്നുകിൽ പിന്നെ പോലീസ് പിടിക്കും, അല്ലെങ്കിൽ സാഹചര്യ തെളിവുകൾ വെച്ച് പിടിപ്പിക്കും. അല്ല, ഇതൊന്നും പറ്റിയില്ല എങ്കിൽ പ്രകൃതി കുറ്റകൃത്യം ചെയ്ത ആളിനൊരു കുറ്റബോധം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും പ്രകൃതി തിരിച്ചു കൊണ്ടുവരും. കാരണം തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. അല്ലെങ്കിൽ അവർ അറിയപ്പെടും. ശിക്ഷിക്കപ്പെടുന്നത് കോടതിയുമായി ബന്ധപ്പെടുത്തിയിട്ടുണ്ട്, പക്ഷെ അവർ അറിയും, സമൂഹത്തിന് അവരറിയാൻ പറ്റും എന്നാണ് പറയുന്നത്. എന്തായാലും 10-38 വർഷങ്ങൾക്ക് മുൻപ് നടന്നിട്ടുള്ള ഒരു സംഭവം ഇപ്പോഴിതാ വാർത്തയായി വന്നിരിക്കുന്നു. ആ വാർത്ത വളരെ ഗൗരവമായി നമ്മൾ കാണുന്നു. മുഹമ്മദ് അലി 14ാമത്തെ വയസ്സിൽ ഒരാളെ കൊന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് 2 മക്കൾ മരിച്ചപ്പോൾ അദ്ദേഹം വന്നൊരു കുറ്റബോധത്തോടു കൂടി സ്റ്റേഷനിൽ കീഴടങ്ങിയിരിക്കുകയാണ്. എന്തെല്ലാം കണ്ടാലാണ് ഈ കലികാലത്തൊന്ന് ജന്മമെടുക്കുക.